വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക്, പിന്നെ എന്താണ് അഭിപ്രായങ്ങൾ എഴുതി അയക്കണം. മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം, മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ മഞ്ഞയൊക്കെ ഇട്ട്, എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ മഞ്ഞ അധികം യൂസ് ചെയ്യാത്ത ആൾ. അധികം എന്നല്ല, എനിക്ക് മഞ്ഞ ഡ്രസ്സേ ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഇത് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ആദ്യമായിട്ടാണ് ഈ മഞ്ഞ ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടമായത്. ഒരു മാമ്പഴ മഞ്ഞയാണ്. ഇനിയിപ്പോൾ എന്ത് നോക്കാനാണ്, എനിക്ക് എല്ലാ കളറൊക്കെ ഇനി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമ്മളിട്ടാൽ എങ്ങനെയായിരിക്കും, എനിക്ക് കൊള്ളില്ല എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഇനി മഞ്ഞ ഇടാനുള്ളൊരു കാരണം വേറൊന്നുമല്ല, മഞ്ഞ ഇത് കുഴിച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. മഞ്ഞ കളറിലുള്ള റെസിപ്പി. അതെന്താണെന്നല്ലേ, മഞ്ഞപ്പൊടി വാരിയിട്ട് വന്നാന്ന് ചോദിക്കരുത്. മഞ്ഞപ്പൊടി ഒന്നുമല്ല, നമ്മളിന്ന് ചെയ്യുന്നത് മാമ്പഴം കൊണ്ടുള്ള ഒരു വെറൈറ്റി സംഭവമാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി അല്ല, ശരിക്കും നമ്മുടെ ദിലീപേട്ടൻ്റെ ആണ് ഇത് പറഞ്ഞ് ഞാൻ ആദ്യം കേട്ടത്. അപ്പോൾ ഈ പുട്ടും മാമ്പഴം ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണെന്ന് അത് ഇഷ്ടമുള്ളവർക്ക് മാമ്പഴം ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ, അതും പറയാം. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുക്കാം കേട്ടോ. ഈ പുട്ടുപൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ലേശം ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് ചേർക്കുക. ഉപ്പൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കുക. ആക്കിയ ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മാമ്പഴത്തിൻ്റെ ജ്യൂസാണ് ചേർക്കുന്നത് കണ്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി, ഇത് കുതിരാൻ കുറച്ച് സമയം പിടിക്കും. കാരണം എന്നിട്ടിത് നമ്മുടെ പുട്ടുപൊടി ഇത് വാങ്ങിച്ച പൊടി നന്നായിട്ട് വറുത്തിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ലേശം കുറച്ച് സമയം ഇങ്ങനെ കുഴച്ച് വെച്ചാൽ മാത്രമേ അത് കുതിരുള്ളൂ. കുതിർന്നിട്ട് നമ്മൾ പുട്ടുണ്ടാക്കിയാൽ മാത്രമാണ് പുട്ടിൻ്റെ ആ അരി വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അരിയായിട്ട് തന്നെ കിടക്കും, വയറിന് ദോഷം ചെയ്യും. നമ്മളെപ്പോഴും പുട്ടിന് നനച്ച് കുറച്ച് വയ്ക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നല്ല തേങ്ങാപ്പാലും നല്ല മാമ്പഴം എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് കറിയൊന്നും വേണ്ട, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം, ഇങ്ങനെ ഇരുന്നാൽ പോരാ, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ പൊത്തി വെച്ചിട്ട് ആണ് എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് മീതെ തന്നെ ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ നന്നായിട്ട് നമ്മൾ പുട്ടുകുറ്റിയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, പാകത്തിന് നനഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറ്റി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവി കയറിയ ശേഷം കുറ്റിയിൽ പുട്ട് നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ഒരുപാട് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. അല്ലാതെ തന്നെ കുറ്റി ഇങ്ങനെ തണുത്തിരിക്കുമ്പോൾ തന്നെ നമ്മൾ നിറച്ച് വെക്കരുത്, ചിലത് ആവി വരാൻ താമസമൊക്കെ ആവും. നമ്മളെപ്പോഴും കുറ്റി ഒന്ന് അടുപ്പിൽ വെച്ച് അതിൻ്റെ ആവി വന്ന് കുറ്റി ചൂടാവണം, എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മുളം കുറ്റിയാണ്. അതിൻ്റെ ചില്ല് തേക്കണ്ട, ആ ചില്ല് അതിലേക്കിടാം. ഓക്കെ. ഇനി നമുക്ക് നിറയ്ക്കാം. അപ്പോൾ ആദ്യം കുറച്ച് നന്നായിട്ട് തേങ്ങയിട്ടാം അല്ലേ. തേങ്ങയിട്ട് നമ്മളൊക്കെ കൈകൊണ്ട് തന്നെ കേട്ടോ. ഇത് സ്പൂൺ വെച്ചിട്ടുള്ള പരിപാടിയൊന്നും നമുക്ക് നാടൻ ഇതിനൊന്നും പറ്റത്തില്ല. ഇവിടെ ശീലങ്ങൾ അതാണ്. അപ്പോൾ പിന്നെ അത് മാറ്റാൻ കുറച്ച് പാടാണ്. തേങ്ങയിട്ടു, ഒരളവിനൊക്കെ അങ്ങ് ഇടുക. കടയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അളവുണ്ടതിന്, കാരണം ഓരോ ചില്ലിപ്പുട്ടിനാണല്ലോ അവിടെ പൈസ. അപ്പോൾ ഒരളവിടും. നമുക്കിപ്പോൾ അങ്ങനെ വലിയ അളവൊന്നും വേണ്ടേ. ഒരു കുഞ്ഞു ചില്ലിനുള്ളൂ. ഇതിൻ്റെ പുറത്തുകൂടെ കുറച്ച് തേങ്ങ വച്ചിട്ട്, നമ്മളിതിനകത്ത് പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത്യാവശ്യം ചെറിയൊരു മധുരം ഉണ്ടാവും. ഓക്കെ. നമുക്ക് ആവി വരുന്ന കുക്കറിലേക്ക് വയ്ക്കാം. ഈ കുറ്റി ഞാൻ കൊട്ടിയൂർ പോയപ്പം അവിടെ നിന്ന് മേടിച്ചതാട്ടോ. കുറ്റിയുണ്ട്, ഇത് കുത്താനുള്ള കോലുമുണ്ട്. ഇത് അടയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ഇപ്പം നമ്മൾ തിരുവിയ തേങ്ങയുടെ ചിരട്ട വച്ചിട്ട് നമ്മൾ ഇത് അടയ്ക്കും. ഓക്കെ. കണ്ടോ, ഞാൻ അടച്ച് വെച്ചാൽ ആവി വന്നോളൂ.
അപ്പം നോക്കിയേ, നമ്മുടെ പുട്ട് മാമ്പഴം. അപ്പോൾ അതിങ്ങനെ പുട്ട് നല്ലോണം തേങ്ങയൊക്കെ ഇട്ടെടുത്തിട്ട് നല്ല മാമ്പഴം ഇട്ട് നോക്കാം. ഞാൻ ഇതിനകത്തും ചേർത്തിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടെ കുഴച്ചിട്ട് കഴിച്ച് നോക്കുകയാണേ. വാവ്, വിചാരിച്ച പോലെ അല്ല കേട്ടോ. എനിക്ക് ഒരുപാട് വെറൈറ്റി ഒന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഇത് ഞാനൊരു മാംഗോ ഫ്രൂട്ടി പോലും മേടിച്ച് പിടിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം മാമ്പഴം ചേർക്കണമെന്നില്ല, ഞാനത് കാണിച്ചു എന്നുള്ളൂ. നമുക്ക് പുട്ട് മാത്രമായിട്ടും കഴിക്കാം. ആ പുട്ടിനകത്ത് ഞാൻ എൻ്റെ ഒരു സ്പെഷ്യലായിട്ടും കൂടെ ചേർത്തുകൊണ്ടാണ് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കറി ഒന്നും വേണ്ട, നല്ല പ്രത്യേകത. കുട്ടികൾക്ക് ലൈക്ക്